മാനവരാശിയെ മുഴുവൻ വിറങ്ങലിപ്പിക്കുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ. ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവൻ വേരോടെ പിഴുതെറിയാവുന്ന ആ രോഗം. മാരകമായ ഈ ഒരു രോഗത്തിന് മരുന്നെവിടെ എന്നുള്ളതായിരുന്നു മുഴുവൻ ചോദ്യമായി ഇത്രയും കാലം നമ്മൾ കേട്ടത്. എന്നാൽ റഷ്യ അതിനൊരു ഉത്തരം കണ്ടെത്തുകയാണ്. 2025 സൗജന്യമായി ക്യാൻസർ വാക്സിൻ സജ്ജമാക്കിക്കൊണ്ടാണ് റഷ്യ ലോക ആരോഗ്യ മേഖലയെ അമ്പരപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയായെന്നാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. 2025ഓടെ ക്യാൻസറിനുള്ള വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ്. വാക്സിനിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ക്യാൻസറിൻ്റെ കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ വാക്സിനിലൂടെ ലക്ഷ്യമിടുന്നത്. ക്യാൻസറിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചുവെന്നാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കപ്രിൻ ഇക്കാര്യം അറിയിച്ചത്. വാക്സിൻ 2025 ആദ്യം തന്നെ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. ക്യാൻസർ വാക്സിനുകൾ ഉടൻ വികസിപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വാക്സിൻ ട്യൂമർ വികസനത്തെയും ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെയും തടയുന്നതായി പ്രീ ക്ലിനിക്കൽ ട്രയലുകളിൽ കണ്ടെത്തിയെന്നാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് നേരിട്ട് നൽകാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായിട്ടാണ് വാക്സിൻ ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ക്യാൻസർ വാക്സിന്റെ പേര് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ റഷ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ എന്നാണ് വിവരം. വാക്സിനുകളുടെ രൂപഘടന കണ്ടെത്തുന്നതിനുള്ള നീണ്ട പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ 1 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങിയെന്നും റഷ്യൻ വാക്സിൻ പദ്ധതികളുടെ മേധാവി അറിയിച്ചു. വാക്സിനുകളുടെയും അതിലെ mRNAകളുടെ ഘടന നിശ്ചയിക്കുന്ന സങ്കീർണമായ പ്രക്രിയ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി അരമണിക്കൂർ മുതൽ പരമാവധി 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നാണ് വാക്സിൻ മേധാവി സ്ഥിരീകരിക്കുന്നത്. ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ ഉദ്ദീപിപ്പിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ രീതി. ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിജനുകളെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് വാക്സിനിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല, HPV വാക്സിൻ പോലെയുള്ള പ്രിവെന്റീവ് വാക്സിനുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട വൈറസുകളിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. സെർവിക്കൽ ക്യാൻസർ പോലുള്ള ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിലൂടെ വാക്സിനുകൾക്ക് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനും ക്യാൻസറിന്റെ ആവർത്തനം തടയാനും അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലെ ക്യാൻസറുകൾ ഇല്ലാതാക്കാനും സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. മാനവരാശിയെ മുഴുവൻ കാർന്നു തിന്നുന്ന ക്യാൻസർ രോഗത്തിന് ഈ വാക്സിനിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ.